എന്താ വെച്ചാൽ ഈ പടത്തില് ഇതിന് മുമ്പ് ഒരു ചെറിയ ടീസർ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൽ ആ ഒരു ഇതുണ്ട്. 45 പറഞ്ഞാൽ ഒരു വേൾഡിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ബട്ട് ഈ പടത്തിൽ അത് ഒരു 45 ഡേയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലാം എലിമെന്റ്സ് ചെയ്തിട്ട് അത് 45 ആയിട്ട് ടൈറ്റിൽ വെച്ചു. പിന്നെ 45 ഡയറക്ടറിന്റെ ഒരു ഡെബ്യൂ ഫിലിമാണ്. അപ്പം അതും മൾട്ടിപ്പിൾ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ കൺവിൻസ് ചെയ്തു ആളുകളെ? മൾട്ടിപ്പിൾ 2 സൂപ്പർ സ്റ്റാർ പിന്നെ ഒരു ആക്ടർ ഉള്ളൂ. ഇല്ല പറയാനില്ല. നോ വേ. ലൈക്ക് അവരാണ് ലെജൻഡ്സ്. ഞാൻ ഇപ്പൊ ഒരു ഡെക്കേഡ് പോലെ ആയില്ല. ജസ്റ്റ് I have done handful of films. That's all. They are superstars. I have watched them grow and see them shine. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ആക്ടർ ആയാലും സ്റ്റാർസ് ആയാലും അവർക്ക് എല്ലാവർക്കും സ്റ്റോറി വേണം അല്ലേ? അപ്പോൾ അവർ ഡെബ്യൂട്ട് എടുത്ത ഇല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് അത് മാറ്റർ ആവില്ല. സോ ഹി മെയ്ഡ് എ ഫിലിം ആൻഡ് ഷോഡ് ഇറ്റ്. അതേക്കാളും ബെറ്റർ പ്രൂഫ് എന്തുണ്ട്? അത് കാണുമ്പോൾ തന്നെ ഇത് എപ്പോ ചെയ്തു, ഇത് എങ്ങനെ ചെയ്തു? അത് കംപ്ലീറ്റ് ഡബിങ് ചെയ്തിട്ട് DTS ചെയ്തു 5.1 ഓൾസോ ഹി മിക്സ്ഡ് ഇറ്റ്. ഐ തിങ്ക് അതിന്റെ സ്റ്റോറി എല്ലാവർക്കും അട്രാക്ട് ആയി. പിന്നെ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ചെറുപ്പകാലത്തിൽ അവിടെ കർണാടകയിൽ ശിവരാജ് കുമാർ പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര അവരൊരു കൾച്ചറൽ ഐക്കോൺസ് ആണ് നമുക്ക്. അപ്പോ ആ 2 ക്യാരക്ടേഴ്സും വേറെ യാരും റിപ്ലേസ് ചെയ്യാൻ അത് പാടാം. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ റിപ്ലേസ് ദം ഇൻ ദിസ് ഫിലിം. സോ അവരുടെ ഇമേജും അവരുടെ ഒരു സ്വാഗും അതെല്ലാം പിടിച്ചിട്ടാണ് അവർ ഇത് എഴുതിയിട്ടുള്ളത്. So the moment somebody reads it of that caliber, they can judge, okay, this director has worked a lot. So maybe they accepted that because of that reason. I accepted it because of the preparation he had done and the importance that my role had. Yeah. ട്രെയിലർ കാണുമ്പോൾ തന്നെ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. കാരണം ഒരു പക്ക ഒരു മാഡ്മാക്സ് സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത്ര മോഡേൺ ആണ്, ഫാന്റസിയാണ്, ഇതിനെ കുറിച്ച് മിത്തുണ്ട്, ഗുഡ് വേഴ്സസ് ഈവിൾ, അങ്ങനത്തെ ഒരു മോഡ് നമുക്ക് പല ജോണേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും? നമ്മൾ ആളുകൾ എല്ലാ ടൈപ്പ് ജോണേഴ്സും സിനിമ കാണുന്നതാണല്ലോ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തൊരു ജോണർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആകുന്നൊരു എപ്പോഴും തോന്നുന്നുണ്ടോ? ഇല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നോർമലി ഒരു വലിയ പടം ചെയ്യുമ്പോൾ എപ്പോഴും ടെംപ്ലേറ്റിൽ അത് വരും, ഇല്ലെങ്കിൽ അത് നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാം. പക്ഷെ ഈ പടം അങ്ങനെയല്ല. അത് വേറെ അഡ്വെഞ്ചറസ് സോണിൽ പോകുന്നത് അങ്ങനെയല്ല. സ്റ്റോറി തന്നെ അങ്ങനെ പോകും. സ്റ്റോറി ഒരു കോമൺ മാന്റെ ലൈഫ് വേറെ എക്സ്ട്രോർഡിനറി പീപ്പിൾ, എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ പോകുമ്പോൾ വേറെ ഡയമെൻഷനിൽ പോകും. അതാണ് വിഷ്വലൈസ് ചെയ്തത്. കറക്റ്റ്. പ്രഷർ ഒന്നുമില്ല മോനെ. എന്താ വെച്ചാൽ നമുക്ക് പടം ചെയ്യുമ്പോഴാണ് ആ പ്രഷർ. ഇത് നന്നായിട്ട് ചെയ്യണം, അതാണ് പ്രഷർ. അപ്പോ അത് ക്വാളിറ്റി അച്ചീവ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇപ്പൊ ഇതൊരു ടെംപ്ലേറ്റ് ഒരു പടമൊന്നും അല്ല, വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മാസ് പടമാണ്. ഇപ്പൊ ഈ ഗ്രാമർ ഇവർ ആൾക്കാരൊക്കെ എങ്ങനെ പിടിക്കൂ, അവർക്ക് ഇത് എങ്ങനെ തോന്നും, ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. എല്ലാ പടങ്ങളും നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ അതില് കുറെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യൂ, എക്സ്പെരിമെന്റ് ചെയ്യൂ, പിന്നെ അതിന്റെ റിസൾട്ട് എങ്ങനെ കിട്ടും, അതിലാണ് നമ്മൾ കുറച്ചും കൂടി വി ലേൺ എ ലോട്ട്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സോ പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വി ഡിഡ് എ ഫിലിം, സൂപ്പർ സോ എന്ത് പ്രഷർ? ഓക്കെ, വി ഡിഡ് എ ഫിലിം, വി റിലീസ്ഡ് എ ഫിലിം. പീപ്പിൾ മേക്ക് ഇറ്റ് എ ഹിറ്റ്, പീപ്പിൾ മേക്ക് ഇറ്റ് എ ഫ്ലോപ്പ്. അത് എന്തിനാ? അത് നമ്മൾ കുറച്ചും കൂടി അനലൈസ് ചെയ്താൽ നമ്മൾ ബെറ്റർ ഫിലിം മേക്കർ ആവും. അങ്ങനെ പ്രഷർ ഒന്നുമില്ല, കുറച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇല്ല, അവർ എപ്പോഴും എന്റെ അടുത്ത് ചോദിക്കൂ, നീ എപ്പോ എനിക്ക് ഡയറക്ട് ചെയ്യൂ? അപ്പൊ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അനുപമ ചോപ്രയുടെ ഇന്റർവ്യൂല്, ഐ കാൻ ഡയറക്ട് സ്റ്റാർസ്. അതാണ് എന്റെ ആക്ച്വൽ സ്വാഭാവിക ഒരു ക്വാളിറ്റി. എനിക്കത് അറിയില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇത് ചെയ്യണം. പക്ഷേ അപ്പോ ശിവരാജ് കുമാർ സാർ പറയുന്നത്, ഞാൻ സ്റ്റാർ ഒന്നുമില്ല, നിങ്ങൾ ഡയറക്ട് ചെയ്താൽ മതി, ഡയറക്ട് എപ്പോഴും. അപ്പൊ അത് അവരുടെ ഗ്രേറ്റ്നെസ് ആണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് ചെയ്താൽ അത് എനിക്ക് തെറ്റാവും. സോ ഐ നീഡ് ടു ഫൈൻഡ് സ്റ്റോറീസ് which will actually match the childhood idols that I worshipped.
അപ്പോൾ അവിടെ പോയാൽ അതൊക്കെ ഒരു ഇതുണ്ട്, എന്താ ഒരു റെസ്പെക്ട് ഉണ്ട്. സോ ഐ എം സ്റ്റിൽ സീയിങ് വെദർ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് വിൽ ഫോം ഇൻസൈഡ് മീ. അത് വന്നാൽ ഞാൻ 100% ചെയ്യും. അവിടെ ഇല്ലെങ്കിൽ മമ്മൂട്ടി സാർ പറഞ്ഞിട്ടുണ്ട് എന്തായെങ്കിൽ ഇന്നെങ്കിൽ പറയാണ്ട്, പക്ഷെ എനിക്ക് ജാടൊന്നുമില്ല, പക്ഷെ ഒരു പേടിയില്ല. അത്ര വലിയ ഒരു സൂപ്പർ സ്റ്റാർ അവർക്ക് പോകുമ്പോൾ എൻ്റെ ഒരു അവർ ഇത് വേണല്ലേ, എനിക്ക് വേണല്ലേ, അവർ ആരുണ്ട്. സോ ഇല്ല മോനെ, അതാണ് പറയുന്നത്. മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഐ വുഡ് ഹാവ് സെഡ് I have another story which I am directing in the near future. അപ്പൊ അതിന്റെ ഒരു തോട്ട്സ് ഉണ്ട്, അതിൽ ഈ ക്യാരക്ടേഴ്സ് ഇല്ല. സോ ഇതിന് ശേഷം എന്തായാലും പറഞ്ഞെങ്കിൽ 100% I would work. Thanks sir. Hello. First of all, welcome to Kerala. Thank you. Welcome back to Kerala. ഇപ്പം ശിവനെ നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ മൂവീസിന്റെ ഒരു കിങ് ആണ് അദ്ദേഹം. ഉപേന്ദ്ര സാർ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെന്റ്